ഹലോ, നമുക്കിന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. പെട്ടെന്നുണ്ടാക്കാം. ഒരു ക്യാരറ്റും ഒരു 10-12 ബീൻസും ഉണ്ടെങ്കിൽ നമുക്കൊരു സവാളയും അല്പം മസാലയും ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നെയ്യല്ല, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഹോൾ സ്പൈസസ്, അല്പം പെരുംജീരകം, അതിനകത്ത് അല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ്, 10-12 ബീൻസ്, ഇത്രയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇട്ട് നല്ലതുപോലെ ഓരോന്നിനും അതിൻ്റെ മൂപ്പനുസരിച്ച് എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് പൊടികളും കൂടെ ചേർക്കണം. തക്കാളി വെള്ളം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മതി. അല്പം കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ഇത്രയും ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് പാകത്തിനാക്കിയിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇത് പച്ചക്കറികൾ വെന്തിട്ടില്ലല്ലോ, എണ്ണയ്ക്കകത്ത് വഴറ്റിയാലൊന്നും ശരിക്കും അത്രയും വേഗത്തില്ല, ബീൻസൊക്കെ ഉള്ളത് കൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇത് ആദ്യം ഒരല്പം ഹൈ ഫ്ലെയറിലും വീണ്ടും അത് കഴിഞ്ഞിട്ട് വെന്ത് വെള്ളം പറ്റുമ്പോഴത്തേക്ക് ലോ ഫ്ലെയറിലുമാക്കി ഇതിലേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് സാധനം 1 സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം. അല്പം രുചി കൂടുതൽ കിട്ടാനായിട്ട്. ഇന്ന് മാത്രം കഴിക്കാനേ ഉള്ളൂ. 1 ഗ്ലാസ് കൈമ റൈസാണ് ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തീർന്നു. അതുകൊണ്ട് നമുക്ക് തൈര് ചേർക്കാം അല്പം ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഒന്നിച്ച് കട്ടയായിട്ടിരിക്കുകയാണ്. അത് ഉടച്ച് അതിനകത്തോട്ട് ചേർക്കുക, നല്ലതുപോലെ ഇളക്കുക. തീ ലോ ഫയറിലായിരിക്കണം. അപ്പോൾ അതിനകത്തെ ഈർപ്പം എല്ലാം തന്നെ മാറും. ഈ മസാലയും വെജിറ്റബിളും ഈ റൈസിനകത്ത് നല്ലതുപോലെ ചേർന്നിരിക്കും. കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അരി പൊടിഞ്ഞു പോവുകയില്ല. നമ്മൾ ഒരുപാട് വേവിച്ചിട്ടില്ല, 3/4 വേവ് കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ 80% മാത്രമേ ഈ അരി വേവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഉപ്പ് പാകത്തിന് ആക്കണം. ഇല്ലെങ്കിൽ നോക്കിയാൽ മതി. മസാല ചോറ് ഇടുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് മസാലയ്ക്കകത്ത് ചോറിനകത്തും ഉപ്പിട്ട് വേവിച്ചതാണ്. നല്ലതുപോലെ ഇളക്കാം. ഇതിനകത്ത് മല്ലിയില, കാഷ്യൂ, കിസ്മിസ് ഒക്കെ ചേർക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ വെജിറ്റബിൾ ഉള്ളത് കൊണ്ട് ഇത് മാത്രമേ വെജിറ്റബിളും റൈസും കൂടെ മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്. ബിരിയാണിയുടെ മറ്റൊരു ടേസ്റ്റ് പോലെ ഇരിക്കും. വെജിറ്റബിളാണെന്നേ ഉള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതുപോലെ വേവിച്ച് കഴിയുമ്പോൾ മാത്രമേ ഏറ്റവും ഒരു മിനിറ്റും കൂടെ ലോ ഫയറിൽ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടും ലോ ഫയറിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കണം. അത് നിങ്ങൾ തുറന്നെങ്കിലും വെക്കണം. അതുപോലെ മാറിപ്പോകരുത്. ആ 1 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്യുന്നതിന് മുമ്പേ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ പുറത്തോൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് നമ്മൾ വിളമ്പുന്ന സമയത്ത് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരുപാട് കറികളൊന്നും വേണ്ട. ഇച്ചിരി ഉള്ളിയും തൈരും കൂടെ, ഉള്ളി അരിഞ്ഞ് തൈരും ഉപ്പും കൂടെ ചേർത്തതും, ഒരച്ചാറും, പപ്പടം, അല്ലെങ്കിൽ കട്ട്ലറ്റോ എന്തെങ്കിലും സിമ്പിൾ ഒരു കൂട്ടാൻ കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഗ്രീൻ പീസ്, കോളിഫ്ലവർ ഇതൊക്കെ ചേർക്കും. ഇപ്പോൾ ഇതിനകത്ത് 1 സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. അതും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ അടച്ച് വെക്കുമ്പോൾ നല്ല രുചിയാണ്. ഓരോ റൈസിനകത്തും ഇതിൻ്റെ നെയ്യുടെ ടേസ്റ്റും കിട്ടും. നല്ല ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ അറിയാം. നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു റൈസാണിത്. ഇപ്പോൾ 2-3 റൈസുകളുണ്ടാക്കി നമുക്ക് അധികം കറികളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് ബിസി ഡേയിൽ ഇനിയിപ്പം നാളെ മറ്റന്നാളൊക്കെ ക്രിസ്മസിൻ്റേതായ ഒരുക്കങ്ങൾ, ഇനി മക്കളും കൊച്ചുമക്കൾ വരുമ്പോൾ കൂടുതൽ ഒരുക്കങ്ങൾ. അതിനു മുമ്പ് ഓരോ റൈസും ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കട്ട്ലറ്റും ഉള്ളി, സവാള അരിഞ്ഞ ഉപ്പും തൈരും ചേർത്തതും അച്ചാറും കൂടെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. രുചികരമാണ്. ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.